അനസ് എന്താ മാറ് വേണ്ട ഞാൻ അനസ്, നിങ്ങളെയൊക്കെ പോലെ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുള്ള ഒരു സാധാരണ ചെറുപ്പക്കാരൻ. പക്ഷെ ഇപ്പോൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ സഞ്ചരിച്ചിരുന്ന പാത തെറ്റായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഈ അവസ്ഥയിൽ വന്ന് പെട്ടത്. ഇതാണ് എൻ്റെ നാട്. ഇതെന്റെ ഉപ്പ ദുബായിലാണ്. ഇതെന്റെ ഉമ്മ, എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എന്റെ പൊന്നുമ്മ. ഇത് ഞങ്ങളുടെ ഇമാം, എന്റെ ഉപ്പാന്റെ സുഹൃത്താണ്. എന്നെയും ഉപ്പാനെയും ഒക്കെ പഠിപ്പിച്ച ആളാണ്. ഇതെന്റെ സ്നേഹിതന്മാർ. ഇനി ഒരാളുടെ കാര്യം കൂടി പറയാനുണ്ട്. എന്റെ ജീവന്റെ ജീവനായ ഒരാൾ. അതാരാണെന്ന് അറിയണ്ടേ? പറയാം. അവളെ ഞാൻ ആദ്യമായി കാണുന്നതിന് 2 ദിവസം മുമ്പാണ് എനിക്ക് ഫാറൂഖിന്റെ ഫോൺ വന്നത്. ഹലോ ഹലോ, ആരാ? അന്റെ വാപ്പ കുന്നുംപുറത്തെ കുഞ്ഞാലി. അനക്കെന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലല്ലേടാ? നല്ല ഉറക്കത്തിലാണല്ലേ? അല്ലോ, ഇതാരും ഫാറൂഖാ? ഇന്നലത്തെ കെട്ടുവിട്ടിട്ടില്ല അല്ലേ? എന്തേ ഈ നേരത്ത്? ആ, ഞാനേ നാട്ടിലേക്ക് വരുന്നുണ്ട്. നീ യൂസഫിനെയൊക്കെ കൂട്ടി എയർപോർട്ടിൽ വരണം. അതെന്താ ഈ പോയിട്ട് 6 മാസം കൂടെ ആയിട്ടില്ലല്ലോ? ദാ എനിക്കൊരു കാര്യം ശരിയായിട്ടുണ്ട്. അന്റെ ഒരു കുടുംബക്കാരത്തി തന്നെയാ. അതാരാണിപ്പോ അങ്ങനെ ഒരു കുടുംബക്കാരത്തി? അന്റെ അമ്മായിന്റെ മോള് നാദിയ. അല്ലോ. അതെന്താടാ ഈ നെട്ടിയത്? വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എനിക്ക് പണിയായി, അതന്നെ കുഴപ്പം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ വന്നിട്ട് പറയാം. നീ എല്ലാവരെയും കൂട്ടി വേഗം എയർപോർട്ടിൽ വരാൻ നോക്കടാ. വേഗടാ. ഓക്കേ? ഓക്കേടാ, ഓക്കെ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. കണ്ടില്ലേ, തത്തനെ കാണാൻ വന്നതാ. ഈ എവിടെ പോണു? ഈ ഇരിക്ക്, ഞാൻ ഇപ്പൊ വരാം. എന്താന്ന് നോക്കട്ടെ. ഇങ്ങളാണോ എന്റെ അളിയൻ? ഇത് രണ്ടും നാദിയാന്റെ അനിയന്മാരാ. മോന്റെ പേരെന്താ? ഷഹൽ. മോന്റെയോ? നാസിം. നിക്കാഹ് കഴിഞ്ഞ് ഇങ്ങളോളെ ദുബായിക്ക് കൊണ്ടുപോവോ? പിന്നെ ഇങ്ങക്കൊരു കാര്യം അറിയോ? ഇങ്ങളുടെ ഫോട്ടോ ഇത്താത്ത തലാണ്ടടി പൂത്തി വെച്ചിട്ടുണ്ട്. ആദ്യമായി ഞാൻ അവളെ കണ്ട നാൾ.
എന്താണിത്? എന്താ ഇപ്പോൾ ഇവിടെ നടക്കണത്? പെൺകെട്ടുകാരൻ ഞങ്ങളോടൊക്കെ കാര്യങ്ങൾ ആലോചിക്കാണ്ട് ഇങ്ങനെ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയാ എങ്ങനെ ശരിയാവണത്? ഞങ്ങളുടെ കഞ്ഞിൽ പാറ്റിടലല്ലേ ഇത്? എന്റെ ഹംസിക്കൊന്ന് പിന്നല്ലാണ്ട് പറ. ആരെങ്കിലും കേക്ക് നമ്മള് കാര്യങ്ങൾ മൂത്തോക്കി പറഞ്ഞാൽ ആർക്കും പിടിക്കൂല. അല്ല അവൻ കുറെ നേരമായാലും ഫോണിൽ സൊല്ലണത് എന്താണിത്? ഈ എൻ്റെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞ ഫോട്ടോ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലേ? ആ ഈ ആ ഫോണിങ് കാണിച്ച കുറെ നേരമായില്ല. പണ്ടാറടങ്ങാൻ അനക്കെന്ത് കാര്യം പറയാനുള്ളത്? അതൊക്കെ ഉണ്ട്. ഈ ആ ഫോൺ ഇങ്ങോട്ട് കണ്ടാ, അല്ലെങ്കിൽ ഈ എന്നെ ചോദിക്കേ. ഇന്ന് നമ്മൾ നാദിയാന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു വെള്ള ചുരിദാറിട്ട പെൺകുട്ടിയെ കണ്ടില്ലേ? ഓടെ പേരെന്താന്ന്? ഇന്ന് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ വെള്ളച്ചുരിതായിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? ഓളുടെ പേരെന്താ? ഓളുടെ പേരറിഞ്ഞിട്ട് ഇങ്ങക്കെന്തിനാ? അല്ലോ എനിക്കല്ല, അനസിനാ. ഈ ആ ഫോൺ ഇങ്ങോട്ട് കൊണ്ടാ. നാദിയ, ഏതാണ് ആ കുട്ടി? ഓളെ പേരെന്താ? എന്തിനാ? ഒന്നിനുമല്ല, വെറുതെ. ഓഹോ, അപ്പൊ പെണ്ണ് കാണാൻ കൂടെ വന്നത് ഇതിനായിരുന്നല്ലേ? അനക്കിപ്പോ ഓളെ പേര് പറയാൻ പറ്റൂല്ലേ? അന്റെ പൂതിയൊന്നും ഓളുടെ അടുത്ത് നടക്കില്ല മോനെ. നീ വിചാരിക്കുന്ന പോലത്തെ കുട്ടിയല്ല അവള്. അവള് ഞങ്ങളുടെ കോളേജിലെ ബെർലി സാഹിബിന്റെ മോളാ. അങ്ങേരെ കാണുമ്പോ തന്നെ കുട്ടികള് തൈലം തൂറും മോനെ. ഒരാണും പെണ്ണും മിണ്ടെന്ന് കണ്ട അങ്ങേര് വിരലി എടുക്കാൻ തുടങ്ങും. ഓളെങ്ങാനും സ്നേഹിക്കുന്നു അറിഞ്ഞ അന്ന് അവളുടെ മയ്യത്തായിരിക്കും. അതുകൊണ്ട് ഈ ഇപ്പൊ തന്നെ ആ പൂതി മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. അന്റെ കാര്യം കഴിഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ പുറത്ത്. ഞാൻ സത്യം പറയണേ, ഓളൊരു പാവാ. അങ്ങേരെ മിണ്ടി അവള് വിറയ്ക്കും. ഏത് ബെർലി സാഹിബ് ആണെങ്കിലും വേണ്ടില്ല, നാളെ ഓൾ എന്റേതാവും. അത് വേണ്ട അനസേ. എന്നാടാ ഫോൺ. ഹലോ ഹലോ ഹലോ, ഞാനാ, പറയ്. നാട്ടിലെ പ്രശ്നം എന്തു ആയിക്കൊള്ളട്ടെ, ഇമാം ഉണ്ടാവും. എന്റെ പൊന്ന് ബാബു, ഈ എന്റെ പൊരയിലേക്ക് പോ. ഈടെ 3 പെൺകുട്ടികളുള്ളതാ. നിന്റെ പൈസക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. നമ്മളെ അവസ്ഥ നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ തന്ന പൈസക്കാണെങ്കിൽ ഒരു കണക്കുമില്ല. അപ്പോ ഞാനാണ് കുറ്റക്കാരനാണ് നിങ്ങൾ പറയണതല്ലേ? അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. എന്താ കാതറേ ഇവിടെ ഒരു ഒച്ചയും ബഹളവും? അത് എന്റെ മൂത്ത മോളെ നിക്കാഹിന് ഇയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിന്. ഇടയ്ക്കെൻ്റെ നെഞ്ചിന് ഇടങ്ങേറ് വന്നപ്പോൾ 3 മാസം ആസ്പത്രി കിടക്കേണ്ടി വന്നിന്. അപ്പം ഇയാളുടെ പൈസ കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ മുതലും പലിശയും ചേർത്ത് എനിക്ക് എടുത്താപ്പൊന്താത്തൊരു വലിയ തുകയാണ് ഇയാൾ പറയുന്നത്. അനക്ക് എൻ്റെ മുതലും പലിശയും കിട്ടിയാൽ പോരെ? നമ്മൾ പൈസയൊന്നും കൊടുത്തിട്ടില്ലെന്നാ ഇയാൾ പറയുന്നത്. എന്നിട്ടിപ്പോൾ വീട്ടിൽ വന്ന് നമ്മളിങ്ങനെ ബേജാറാക്കുക. സ്ഥലത്തിന്റെ വിലയും കിഴിച്ച് ബാക്കി അങ്ങോട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാ. ആ, അത് ശരി. അപ്പൊ അനക്ക് വേണ്ടത് എൻ്റെ മുതലും പലിശയല്ല, ഇക്കാണുന്ന സ്ഥലങ്ങളാണല്ലേ? അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇടപാട് ഞാനും ഖാദറും തമ്മിലാ. 24 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ കൂടും കിടക്കെടുത്ത് ഇറങ്ങിക്കൊള്ളണം. 24 മണിക്കൂറല്ല, 24 കൊല്ലായാലും ഖാദർ ഇവിടുന്ന് പോവില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ഇത് ഞാനും ഖാദറും തമ്മിൽ തീർത്തോളാം. ഖാദറിന് ഇടപെട്ട് തീർക്കാൻ പറ്റാത്ത പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. നിങ്ങൾ വീട് വരെ ഒന്ന് വരണം. ഖാദർ ഇതുവരെ അടച്ചതിൻ്റെയും ഇനി അടയ്ക്കാനുള്ളതിൻ്റെയും ഡീറ്റെയിൽസ് എനിക്ക് വേണം. എന്നിട്ട് തീരുമാനിക്കാം ഖാദർ എന്ത് ചെയ്യണമെന്ന്. അത് ശരി ബാബു ഇപ്പൊ പോ. നാളെ ഖാദറും വരണം. അവളെ ഒരു നോക്ക് കാണുവാൻ മനസ്സ് ഒരുപാട് കൊതിച്ചിരുന്ന നാളുകൾ. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്താടാ? ഒന്നിങ്ങോട്ട് നോക്ക്. പ്രൊഫസർ ബഷീർ, കുന്നുമ്മ ഹൗസ്, തിരൂർ. ഈ അഡ്രസ് അറിയാമോ? ഇവിടുന്ന് നേരെ പോയാ വളവുണ്ട്, അങ്ങോട്ട് തിരിയരുത്. വേണ്ടേ? നേരെ പോവുക. ഏ. അടുത്തൊരു വളവ് വരും, അവിടെ ഒരു വാട്ടർ ടാപ്പ് ഉണ്ട്. ആണോ? അവിടുന്ന് 4ാമത്തെ വീട്ടിലേക്ക് ഈ നോക്കരുത്, എന്ത്? അതൊരു ലേഡീസ് ഹോസ്റ്റലാ. ആഹാ. അവിടുന്ന് നേരെ വലത്തോട്ട് തിരിയുക. അപ്പൊ ഇടത്തോട്ട് റോഡ് കാണും. ആ റോട്ടിൽ കൂടെ കണ്ണും പൂട്ടി വിട്ടാ ഈ എവിടെ എത്തും? എവിടെ എത്തും? ഇവിടെ എത്തും. ഈശ്വരന്മാരെ, ഇതിന്റെ പിന്നാലെ പോയോ? മൈൻഡ് ചെയ്യില്ല ഞാൻ. ആ, പ്രൊഫസർ ബഷീർ സാഹിബ് കാവുങ്ങൽ ഹൗസ്. ഏ? ഡാ. ഈ ഏത് അഡ്രസ്സാ പറഞ്ഞ? പ്രൊഫസർ ബഷീർ സാഹിബ്, കുന്നുമ്മ ഹൗസ്. മതി 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 മതി. ഈ കവർ ഇങ്ങോട്ട് കാണിച്ചാ ഇതൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അങ്ങനെ തരാൻ പറ്റില്ല. കമ്പനിയിൽ അറിഞ്ഞ പണി പോണ കേസാ. ആരും പിന്നെ അറിയാൻ പോണില്ല, അതെന്റെ അമ്മോന്റെ വീടാ. ചേട്ടൻ എനിക്ക് വിശ്വസിക്കാലോ അല്ലേ? അവളെ ഒന്ന് കാണാൻ എന്ത് വേഷം കെട്ടാനും ഞാൻ റെഡി.
ആ കൊറിയർ കൊറിയർ. എനിക്ക് കാത് കേക്കാം. എന്താണ് മോളെ സഫിന? എന്തേ വല്യപ്പ ചെടി നനയ്ക്കുക. ആ എനിക്കോ അയ്യോ ചേട്ടാ വാ, ചേട്ടാ എനിക്ക് പോണം, ഒന്നോട് വാന്ന്. ചേട്ടാ വാ വാ, അതിന്റെ വീക്കല്ല വേദനിക്കും, ചേട്ടാ വീക്കല്ലെന്ന്. വല്യപ്പ ഒരു ഗ്ലാസ് വെള്ളം തരൂ. മോളെ സഫിന വെള്ളം കണ്ടോ? അടാ മോനെ, ഒരേന്റെ പിന്നിൽ കുറച്ച് മാങ്ങയും കൂടി ഉണ്ട്, അതും കൂടി അങ്ങോട്ട് പറിച്ചു തന്നോ. അപ്പൊ ഞാൻ പോട്ടെ. ആ ആ ആ ആ. പടച്ചോനെ, ഇടങ്ങേറിന്റെ അവസ്ഥായി.